ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ് ധ്യാന വിഷയമായിട്ട് സഭ നൽകുന്നത്. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. തൻ്റെ ശിഷ്യന്മാരോട് താൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. കുറച്ചുപേർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും പ്രവാചകനെന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു. അടുത്ത ചോദ്യം തൻ്റെ ശിഷ്യന്മാരോട് തന്നെയായിരുന്നു. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ശ്ലീഹ പറയുന്നു, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലായിരുന്നു കൊണ്ട് പത്രോസ് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുകയാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അലമാരയിൽ വെച്ച് പൂട്ടിയിരിക്കുന്ന സ്വർണം പോലെയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതെടുത്ത് ഉപയോഗിക്കും, അല്ലെങ്കിൽ അതേപോലെ ഭദ്രമായിട്ട് തിരിച്ചു വയ്ക്കും. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതും നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ ആയിരിക്കുന്നതും. നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് വിശ്വാസം അലമാരയിലേക്ക് നമ്മൾ തിരിച്ചു വയ്ക്കുന്നു. ഇന്നത്തെ സുവിശേഷ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസം അത് മൂടിവെക്കാനുള്ളതല്ല, ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതുമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും, സന്തോഷമായാലും സങ്കടമായാലും വേദനകളായാലും ജീവിതത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ളതാണ് വിശ്വാസം, പ്രഖ്യാപിക്കാനുള്ളതാണ് വിശ്വാസം. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പത്രോസ് ശ്ലീഹ നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഈശോ തൻ്റെ സഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാതെ ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് പീഡാസഹനവേളയിൽ നീ എവിടെയാണേലും നിന്റെ കൂടെ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ പത്രോസ് ശ്ലീഹ ഈശോയെ തള്ളി പറയുന്നുണ്ട്. പക്ഷേ ഈശോ ഒരിക്കലും പത്രോസിനെ വിട്ടുകളയുന്നില്ല. 3 വർഷം കൂടെ നടന്നിട്ടും തൻ്റെ വേദനയുടെ സമയത്ത് തള്ളിപ്പറഞ്ഞ പത്രോസ് ശ്ലീഹായെയും തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയ ശിഷ്യന്മാരെയും ഈശോ തള്ളിക്കളയുന്നില്ല. മറിച്ച് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരുടെ ജീവിതങ്ങളിൽ ധൈര്യം പകർന്നു നൽകുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോടൊപ്പമായിരിക്കുന്നുണ്ട്. മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും എന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമുണ്ടെന്ന്. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ താങ്ങായി തണലായിട്ട് അവൻ എന്നും നമ്മോടൊപ്പമുണ്ടാകും. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതെ ഹൃദയത്തിൽ നിന്ന് പ്രഖ്യാപിക്കുവാനായിട്ടുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.